നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ ഇപ്പോഴും പ്രവാസികളടക്കമുള്ളവരെ കരുതിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ വാർത്തയും അത്തരത്തിലുള്ളതാണ്. ഖത്തറിലെ എല്ലാ താമസക്കാർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. COVID-19 പ്രതിരോധ മരുന്ന് സൗജന്യമായി തന്നെ നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചവ്യാധി പ്രതിരോധ വിഭാഗം മേധാവിയും COVID-19 ദേശീയ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മേധാവിയുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ ആണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിരോധ മരുന്ന് ലഭ്യമായാൽ ഉടൻ തന്നെ രാജ്യത്ത് വലിയ അളവിൽ മരുന്നെത്തിക്കാനായി ഒന്നിലധികം കമ്പനികളിൽ നിന്ന് മരുന്ന് വാങ്ങാനാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. രാജ്യാന്തര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസർ വർഷാവസാനത്തോടെ 10 കോടി ഡോസ് പ്രതിരോധ മരുന്ന് ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ഡോക്ടർ ഖാൽ ഖത്തർ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. US, യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കായിരിക്കും ആദ്യം നൽകുക. 2021 വീണ്ടും 100 കോടി ഡോസ് ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങൾക്കും നൽകും. ആഗോളതലത്തിൽ കോവിഡ് പ്രതിരോധ മരുന്നിനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന കമ്പനികളും മന്ത്രാലയവും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. അതേസമയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസേവന ആപ്പായ മെട്രാഷ് 2 വഴി കമ്പനികൾക്ക് തൊഴിലാളികളുടെ താമസാനുമതി അഥവാ റെസിഡൻസി പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി പുതുക്കാൻ അവസരമൊരുക്കി ഖത്തർ അധികൃതർ. മെട്രാഷ് 2-വിൽ ഇതിനായി ഏർപ്പെടുത്തിയ പ്രത്യേക ഓപ്ഷനിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടെ കമ്പനിയിലെ തൊഴിലാളികളുടെ RP കാലാവധി തീരുന്ന പക്ഷം ഓട്ടോമാറ്റിക്കായി ഇത് പുതുക്കപ്പെടും. ഇതേ തുടർന്ന് പുതിയ ID കാർഡ് അതത് കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുകയും ചെയ്യും. ഇതിനായി രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് ഖത്തർ നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകണം. ഈ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി റിന്യൂവൽ ഫീസ് ഈടാക്കുകയാണ് ചെയ്യുക. നിരവധി സേവനങ്ങളാണ് ഈ അടുത്ത കാലത്തായി മെട്രാഷ് 2-വിലും മന്ത്രാലയം വെബ്സൈറ്റിലുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നേരിട്ടെത്തുന്ന സന്ദർശകരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.